ഊരുമൂപ്പനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന നരഭോജി കടുവ കെണിയിൽ വീണു. വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിലാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ദേവർഗത ഉന്നതിയിലെ 65 വയസ്സുള്ള മാരൻ എന്ന കുമാരൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വനാതിർത്തിയോട് ചേർന്ന് കാപ്പിസെറ്റ് ചെട്ടിമറ്റം പ്രദേശത്ത് വെച്ചായിരുന്നു സംഭവം. പുഴയോരത്തു നിന്നും കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. കെണിയിൽ വീണ 15 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആൺകടുവയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കടുവകളുടെ പ്രജനനകാലമായതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വനംവകുപ്പ് നിരീക്ഷണം ശക്തമായി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിന്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ്. അപ്പം രാത്രി 1:30 കൂടിയാണ് കടുവ കൂട്ടിൽ പെട്ടത്. അപ്പോൾ തന്നെ ലൈവ് ക്യാമറയിൽ കാണുകയും അപ്പോൾ തന്നെ സ്റ്റാഫ് സ്ഥലത്തെത്തുകയും പിന്നീട് അതിൻ്റെ ഫയൽ ചിത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് കടുവയാണ് ഈ WWL 48 എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവയാണെന്നുള്ളത് മനസ്സിലാക്കിയത്. ഈ കടുവ 2016 വയനാട്ടിലെ ഡാറ്റാബേസിലേക്ക് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 18 വരെ സ്ഥിരമായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന കടുവയാണ്. 18 ശേഷം പിന്നീട് ഈ അടുത്ത കാലത്ത് 1-2 കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതിനെ പിന്നെ കണ്ടത്. വയനാട്ടിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡറിലാണ് ഇതിൻ്റെ ഒരു ഹോം റേഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രായാധിക്യമൊക്കെ കൊണ്ട് അത് ഫ്രിഞ്ചിലേക്ക് മാറിയതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ പൂവഞ്ചി ഭാഗത്ത് ഒരു കാറ്റ് ലിഫ്റ്റിങ്ങിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ആളെ പിടിക്കുക എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഈ ആനിമലിനെ പിടിച്ചിരിക്കുകയാണ്. ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ഇവിടെ സ്ഥലത്ത് ഇനിയും മോണിറ്ററിംഗ് തുടരും. കാരണം മറ്റേതെങ്കിലും കടുവകൾ ഇതേപോലെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ മോണിറ്ററിംഗ് തുടരേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല ഈ പ്രജനനകാലം ആയതുകൊണ്ട് ഫ്രിഞ്ചിൽ താമസിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ ഒരു കടുവയെ പിടികൂടി എന്നതുകൊണ്ട് മാത്രം ജാഗ്രത ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇല്ല. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും തുടർന്നുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും. ആളുകളുടെ ജീവിതം ആശങ്ക കൂടാതെ ഫ്രിഞ്ചിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം വനംവകുപ്പ് ഉണ്ടാക്കുന്നതാണ്. മലയാളം ടെലിവിഷൻ, വയനാട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.